പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവിതത്തിൽ അതെ എന്ന് പറയുന്നത് വളരെ എളുപ്പമാകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടല്ലോ. ഒരു യുവദമ്പതികൾ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നു പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു. ഒരു സെമിനാരിക്കാരൻ മെത്രാന്റെ മുമ്പിൽ മുട്ടുകുത്തി പറയുന്നു, അതെ. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ മാമോദീസയ്ക്കായി കൊണ്ടുവരുന്നു. ഈസ്റ്റർ വിജിലിന്റെ രാത്രിയിൽ ഇരുട്ടിനകത്ത് മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ സബ് ചോദിക്കുന്നു, സാത്താനെയും അവന്റെ പ്രവൃത്തികളെയും നീ തള്ളിപ്പറയുന്നുവോ? നാം മറുപടി പറയുന്നു, തള്ളിപ്പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? നാം വീണ്ടും പറയുന്നു, വിശ്വസിക്കുന്നു. അത് മനോഹരമാണ്. അതിൽ വികാരമുണ്ട്, അതിൽ ശക്തിയുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോടൊരു കൂടുതൽ ആഴമുള്ള ചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വികാരനിമിഷങ്ങളിൽ അല്ല, ആഘോഷത്തിന്റെ സമയത്ത് അല്ല, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ അല്ല, പക്ഷേ ഇപ്പോൾ, ജീവിതം ബുദ്ധിമുട്ടാകുമ്പോൾ, വിശ്വാസം വില ചോദിക്കുമ്പോൾ, കുരിശ് ഭാരമാകുമ്പോൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ അപ്രതീക്ഷിതമായി ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവരുടെ ആഹാ നിമിഷമായിരുന്നു. വർഷങ്ങളോളം അവർ യേശുവിനെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. ഇപ്പോൾ അവർ കരുതുന്നു, ഞങ്ങൾ തയ്യാറായി. എന്നാൽ യേശുവിന് അവർ അറിയാത്ത ഒരു സത്യം അറിയാമായിരുന്നു. ശിഷ്യന്മാർ കരുതിയത്, ഞങ്ങൾ കുരിശിനായി തയ്യാറാണ്, കാരണം സത്യം ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കടന്നു. പക്ഷേ യേശു അറിഞ്ഞിരുന്നു, കുരിശ് അവരുടെ ഹൃദയത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ല. ഇന്നും അനേകം ക്രൈസ്തവർ വിശ്വാസത്തിന്റെ ഭാഷ അറിയുന്നു. എന്നാൽ ആ വിശ്വാസം അവരുടെ തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും മുൻഗണനകളെയും ത്യാഗങ്ങളെയും രൂപപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾക്കകം പത്രോസ് അവനെ നിഷേധിക്കും, യൂദാസ് അവനെ വഞ്ചിക്കും, മറ്റുള്ളവർ എല്ലാം ഓടിപ്പോകും. ഇന്നിരവിൽ അതെ എന്ന് പറഞ്ഞ അതേ അധരങ്ങൾ രാവാകുമ്പോഴേക്കും ഇരുട്ടിലേക്ക് മറയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ചിതറിപ്പോകുന്ന സമയം വരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കുക, ചിതറിപ്പോകും. ഭീഷണി വന്നാൽ ആടുകൾ ചിതറുന്നു, ആവേശം തീർന്നാൽ ജനക്കൂട്ടം ചിതറുന്നു, ദുഃഖം വന്നാൽ ഉപരിപ്ലവമായ വിശ്വാസം ചിതറുന്നു, മുകളിലത്തെ മുറിയിലെ ആത്മവിശ്വാസം വേദനയുടെ പ്രാകാരത്തിൽ തകർന്നു വീഴുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ശിഷ്യന്മാരുടെ കഥ മാത്രം അല്ല, ഇത് മനുഷ്യരുടെ കഥയാണ്. നമ്മളും എത്ര തവണ വില മനസ്സിലാക്കാതെ അതേ പറഞ്ഞിട്ടുണ്ട്. നാം ജീവിക്കുന്നത് മുദ്രാവാക്യങ്ങളുടെ ലോകത്തിലാണ്, ആഴമില്ലാത്ത പ്രതിബദ്ധതകളുടെ ലോകം. രാഷ്ട്രീയ യോഗങ്ങളിൽ ഒരു നേതാവ് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ആലോചിക്കാതെ ജനക്കൂട്ടം അത് ആവർത്തിക്കുന്നു. വ്യാപാര ലോകത്ത് പ്രശസ്തർ പറയുന്നു, ഈ ഉൽപ്പന്നം നല്ലതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയ നമ്മെ പഠിപ്പിക്കുന്നത്, ചിന്തിക്കാതെ ട്രെൻഡുകൾ പിന്തുടരുക. ഈ മനോഭാവം പതുക്കെ ആത്മീയ ജീവിതത്തിലേക്കും കടക്കുന്നു. ചിലപ്പോൾ ക്രിസ്തീയത ജീവിക്കുന്ന ഒരു ഉടമ്പടിയല്ലാതെ ആവർത്തിക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറുന്നു. നാം പറയുന്നു, ആമേൻ. പക്ഷേ ആ ആമേൻ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? ഓരോ വിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചു പറയുന്നു, ക്രിസ്തുവിന്റെ ശരീരം. നാം മറുപടി പറയുന്നു, ആമേൻ. അത് ഒരു ചെറിയ മതപരമായ മറുപടി മാത്രമല്ല. അതിന്റെ അർത്ഥം, കർത്താവേ, ഞാൻ നിനക്കുള്ളവൻ. നിന്റെ സത്യം ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ കുരിശ് ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ നിന്നെ അനുഗമിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ ആമേൻ അധരങ്ങളിൽ മാത്രം നിൽക്കുന്നു. ശിഷ്യന്മാർക്കും വാക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ യേശു അന്വേഷിച്ചത് പ്രതിബദ്ധതയായിരുന്നു. പഴയ നിയമത്തിലും ഇതേ സംഭവം സംഭവിച്ചു. സീനായി പർവ്വതത്തിൽ അത്ഭുതങ്ങൾ കണ്ട ശേഷം, ചെങ്കടൽ കടന്ന ശേഷം ജനങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. എത്ര ശക്തമായ നിമിഷം! പക്ഷേ അധികം വൈകാതെ അവർ സ്വർണ്ണക്കിടാവിനെ നിർമ്മിച്ചു. സമ്മർദ്ദം വന്നപ്പോൾ അവരുടെ അതേ തകർന്നു വീണു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? വിവാഹത്തിൽ അതേ പറയുന്നത് വിവാഹ ദിവസത്തിൽ എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥ അതേ ആരംഭിക്കുന്നത് തെറ്റിദ്ധാരണകളിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ, രോഗത്തിൽ, ത്യാഗങ്ങളിൽ, നിരാശകളിൽ. പുരോഹിത ജീവിതത്തിലും സന്യാസി ജീവിതത്തിലും ഓർഡിനേഷനും വ്രതവാഗ്ദാനവും മനോഹരമാണ്. പക്ഷേ യഥാർത്ഥ അതേ വരുന്നത് ഏകാന്തതയിൽ, മറഞ്ഞിരിക്കുന്ന ത്യാഗങ്ങളിൽ,
അനുസരണത്തിൽ, വരണ്ട പ്രാർത്ഥനയിൽ, വിമർശനങ്ങളിൽ, സ്ഥിരതയിൽ. ക്രൈസ്തവ ജീവിതത്തിലും യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്, ജീവിതം സൗകര്യപ്രദമായിരിക്കുമ്പോൾ. പക്ഷേ വേദനയിൽ, വഞ്ചനയിൽ, പരാജയത്തിൽ, ഉത്തരമില്ലാത്ത പ്രാർത്ഥനയിൽ, ഇരുട്ടിൽ, അപ്പോൾ നമ്മുടെ അതേ നിലനിൽക്കുമോ? അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിട്ടുപോകും. എന്നാൽ ഉടൻ അവൻ മറ്റൊരു അത്ഭുതവാക്യം പറയുന്നു, എങ്കിലും ഞാൻ ഒറ്റയല്ല, പിതാവ് എനിക്കൊപ്പമുണ്ട്. ഇവിടെ യേശു നമ്മെ ശക്തമായൊരു സത്യം പഠിപ്പിക്കുന്നു. സമാധാനം എന്നത് എല്ലാവരും നമ്മോടൊപ്പം ഇരിക്കുന്നതല്ല. സമാധാനം എന്നത് പിതാവിനോടുള്ള ഐക്യത്തിലാണ്. ചിലപ്പോൾ മനുഷ്യസഹായങ്ങൾ അപ്രത്യക്ഷമാകാൻ ദൈവം അനുവദിക്കുന്നു, അവൻ മാത്രം മതിയെന്ന് നമുക്ക് പഠിപ്പിക്കാൻ. മറ്റെല്ലാവരും വിട്ടുപോയാലും പിതാവ് നിലനിൽക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയം. മനുഷ്യരുടെ വിശ്വസ്തത പരാജയപ്പെടാം, പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും പരാജയപ്പെടില്ല. നാം അവനെ ഉപേക്ഷിച്ചാലും അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. കുരിശിന്മേലും യേശു പിതാവിനോടുള്ള അതേ തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇന്ന് നമ്മോടും പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ഒരിക്കലും ശിഷ്യന്മാരെ വഞ്ചിച്ചില്ല. അവൻ പറഞ്ഞില്ല, എന്നെ അനുഗമിച്ചാൽ ജീവിതം എളുപ്പമാകും. അവൻ പറഞ്ഞില്ല, എന്നിൽ വിശ്വസിച്ചാൽ വേദന ഇല്ലാതാകും. പകരം അവൻ വ്യക്തമായി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. ക്രിസ്തീയത വേദനയിൽ നിന്നുള്ള രക്ഷപ്പെടൽ അല്ല. ക്രിസ്തീയത വേദനയ്ക്കുള്ളിൽ ക്രിസ്തുവാണ്. ശ്രദ്ധിക്കുക, യേശു പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ശ്രമിക്കും എന്നല്ല, ഒരിക്കൽ ജയിക്കാം എന്നല്ല. കാൽവരി തുടങ്ങുന്നതിനു മുമ്പേ യേശു വിജയത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഇരുട്ടിന് ഒരിക്കലും അവസാന വാക്കില്ല. കുരിശ് പരാജയം അല്ല, ഉയിർപ്പ് അതിനകത്ത് മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം കൊടുങ്കാറ്റില്ലായ്മയല്ല, കൊടുങ്കാറ്റിനുള്ളിലെ ദൈവസാന്നിധ്യമാണ്. ചരിത്രവും തീയിൽ പോലും നിലനിന്ന ആമേൻ പറഞ്ഞ വിശുദ്ധരുടെ സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ പോളികാർപ്പിന്റെ സാക്ഷ്യം. 86-ാം വയസ്സിൽ വിശുദ്ധ പോളികാർപ്പ് അറസ്റ്റിലായി. റോമൻ അധികാരികൾ അവനോട് പറഞ്ഞു, ക്രിസ്തുവിനെ തള്ളിപ്പറയൂ, ജീവൻ രക്ഷിക്കൂ. ഒരു വാക്ക് മാത്രം, ഒരു ചെറിയ വിട്ടുവീഴ്ച മാത്രം. പക്ഷേ പോളികാർപ്പ് മറുപടി പറഞ്ഞു, 86 വർഷമായി ഞാൻ അവനെ സേവിക്കുന്നു. അവൻ എനിക്കൊരിക്കലും ദോഷം ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച രാജാവിനെ ഞാൻ എങ്ങനെ നിഷേധിക്കും? അവനെ ജീവനോടെ ചുട്ടുകൊന്നു. അത് വികാരാധിഷ്ഠിത ക്രിസ്തീയതയല്ല. അത് ജനക്കൂട്ടത്തിന്റെ വിശ്വാസമല്ല. അത് ഉടമ്പടിയുടെ വിശ്വാസമായിരുന്നു. അവന്റെ ആമേൻ തീയിൽ പോലും നിലനിന്നു. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ സാക്ഷ്യം. ഓഷ്വിറ്റ്സിലെ നാസി ക്യാമ്പിൽ 10 തടവുകാരെ മരണത്തിനായി തിരഞ്ഞെടുത്തപ്പോൾ ഒരാൾ കരഞ്ഞു പറഞ്ഞു, എന്റെ ഭാര്യ, എന്റെ മക്കൾ. അപ്പോൾ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ മുന്നോട്ട് വന്നു പറഞ്ഞു, അവന്റെ പകരം എന്നെ കൊണ്ടുപോകൂ. മരണബങ്കറിനകത്ത് മറ്റുള്ളവർ മരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്തോത്രഗാനങ്ങൾ പാടി മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി. ഓർഡിനേഷനിൽ പറഞ്ഞ് അതേ ഓഷ്വിറ്റ്സിൽ അദ്ദേഹം തെളിയിച്ചു. ലിബിയയിലെ ക്രിസ്ത്യൻ രക്തസാക്ഷികൾ. 2015 ലിബിയയിലെ കടൽത്തീരത്ത് ഐസിസ് പിടികൂടിയ 21 ക്രിസ്ത്യൻ തൊഴിലാളികൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് നൽകി. യേശുവിനെ നിഷേധിക്കൂ, ജീവിക്കൂ. ചിന്തിച്ചു നോക്കൂ, അവിടെ ഗായക സംഘമില്ല, മെഴുകുതിരികളില്ല, കയ്യടികളില്ല. ഭയം മാത്രം, മരണം മാത്രം, കുരിശ് മാത്രം. എന്നാൽ ഒരാളൊരാളായി അവർ യേശുവിനെ നിഷേധിക്കാൻ വിസമ്മതിച്ചു. അവരെ കൊല്ലുമ്പോൾ പലരും ആവർത്തിച്ചു, കർത്താവായ യേശു ക്രിസ്തുവേ. അവരിൽ ഒരാൾ ആദ്യം ക്രിസ്ത്യാനിയല്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസവും ധൈര്യവും കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവരുടെ ദൈവം എന്റെ ദൈവമാണ്. അവനും അവരോടൊപ്പം മരിച്ചു. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതാണ് യഥാർത്ഥ ആമേൻ. അവരുടെ അതേ ഭയത്തെക്കാൾ ശക്തമായിരുന്നു. ലോകം അവരുടെ ശരീരം കൊല്ലാനായെങ്കിലും അവരുടെ വിശ്വാസത്തെ ജയിക്കാനായില്ല. വിശ്വാസം കയ്യടികളിൽ തെളിയിക്കപ്പെടുന്നില്ല. വിശ്വാസം സമ്മർദ്ദത്തിൽ തെളിയിക്കപ്പെടുന്നു. വികാരത്തിന്റെ അതേ വേഗം അപ്രത്യക്ഷമാകും. ഉടമ്പടിയുടെ അതേ വേദനയിലും നിലനിൽക്കും. മുകളിലത്തെ മുറിയിൽ സംസാരിച്ച അതേ യേശു ഇന്ന് ഈ ബലിപീഠത്തിൽ നമ്മെ വീണ്ടും കാണുന്നു. ശിഷ്യന്മാർ പീഡാനുഭവത്തിന് മുമ്പ് അവനെ സ്വീകരിച്ചു.
നാം ഉയിർപ്പിനു ശേഷം അവനെ സ്വീകരിക്കുന്നു. അവരുടെ വിശ്വാസം ചിതറിപ്പോയി. പക്ഷേ ഇപ്പോൾ ക്രിസ്തു തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നു, നമ്മുടെ ആമേൻ ഈ വിശ്വസ്തമാകാൻ. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സൗകര്യത്തിനായി അതേ പറയാനാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് രൂപാന്തരത്തിനായി അതേ പറയാനാണ്. യഥാർത്ഥ ക്രൈസ്തവ ആമേൻ ഈ വികാരമല്ല. അത് ദിവസേനയുള്ള വിശ്വസ്തതയാണ്. അതായത്, അതേ കർത്താവേ, ആരും കൈയടിക്കാത്തപ്പോൾ, അതേ കർത്താവേ, പ്രാർത്ഥന വരണ്ടുപോകുമ്പോൾ, അതേ കർത്താവേ, ത്യാഗം വേദനിപ്പിക്കുമ്പോൾ, അതേ കർത്താവേ, കുരിശ് ഭാരമാകുമ്പോൾ. ഇന്ന് യേശു ഓരോരുത്തരോടും ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ മറുപടി ഉപരിപ്ലവമായ ആവേശമാകാതിരിക്കട്ടെ. അതൊരു പക്വമായ, വിശ്വസ്തമായ, കുരിശേറ്റ് വിജയകരമായ ഈ അതേ ആകട്ടെ. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ നാം വീണ്ടും പറയുമ്പോൾ ആമേൻ ഓർമ്മിക്കൂ, സ്വർഗം കേൾക്കുന്നു, വിശുദ്ധർ കേൾക്കുന്നു, ക്രിസ്തു തന്നെയാണ് കേൾക്കുന്നത്. ഒരു ദിവസം ജീവിതം തന്നെ നമ്മോട് ചോദിക്കും, നീ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകം ഇന്നും കഷ്ടതയും സമ്മർദ്ദവും ഭയവും വേദനയും നൽകാം. പക്ഷേ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്മേലുള്ള അവസാന വാക്ക് ഭയമല്ല. അവസാന വാക്ക് ക്രിസ്തുവിൻ്റേതാണ്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ.